റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിന്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്ട് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്നാ. അത് കൊടുക്കാതെ വെച്ച് ഇപ്പോ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോകോൾ തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 3 ഡിപ്പാർട്ട്മെന്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം പരമാവധി. മാത്രമല്ല, ഇതൊരു ഗേറ്റ് വേ ആണ്, ഇന്റർനാഷണൽ റൂട്ടിലാണ്. ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി. ചരക്ക് നീക്കം തുടങ്ങി. ഇല്ല, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം വേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്.